പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം 4 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പായിട്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലുണ്ടാവുക. അപ്പം അന്ന് ഒരു ദിവസം എന്തെങ്കിലും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടില്ല, ഞാനങ്ങ് എന്തെന്നാ പറയുക, ഭദ്രകാളി ഈറ്റ് അങ്ങോട്ട് മാറും. അത് മുൻകൂട്ടി അറിയുന്ന മമ്മി എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളിൽ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ഒരു സാധനം. അന്ന് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മമ്മിയോട് പറയാം, മമ്മി ആ അപ്പത്തിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ തിരികെ വെച്ചിട്ടുള്ളൊരു സാധനം ഇല്ലേ, അതുണ്ടാക്കി തരാനാണ് പറയാറ്. പിന്നെ ഞാനിങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങി, യൂട്യൂബൊക്കെ നോക്കി തുടങ്ങിയതിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനത്തിന് പല പല പേരുകളുണ്ട്. ഏലാജി, ലവ് ലെറ്റർ, ഏലാഞ്ചി എന്നല്ലേ, സോറി, ലവ് ലെറ്റർ, അങ്ങനെ പല പല പേരുകളിൽ ഈ സാധനം അറിയപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നമ്മളുടെ കയ്യിൽ മൈദ ഇരിക്കണം. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദേൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. ആ സാധനം വാങ്ങി വെച്ചത് ഞാൻ മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ വിചാരിച്ചു എന്തായാലും എല്ലാ ഐറ്റംസും ഉണ്ട്, മൈദ ഇരിക്കുന്നുണ്ട്, തേങ്ങയുണ്ട്, പഞ്ചസാരയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യത്തിൽ ഞാൻ തേങ്ങ മേടിച്ച്. അപ്പോൾ മൈദേനെ കണ്ടു, കൂട്ടത്തിലൊരു വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തോന്നി. പണ്ട് മമ്മി ഉണ്ടാക്കി തരുന്ന അത്ര ടേസ്റ്റൊന്നും ഈ സാധനത്തിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ തോന്നുന്നില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, തരക്കേടില്ല. അപ്പോൾ പണ്ടത്തെ ഓർമ്മകൾ അയവിറക്കി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ, ശരി.